നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി ജ്യോതിഷ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അനിഴം നക്ഷത്രത്തിന്റെ പൊതു സ്വഭാവങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം, അതായത് 2025 എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത്, എന്തെല്ലാം പ്രാർത്ഥനകളാണ് പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്കൊന്ന് വിശദമായി നോക്കാം. ആദ്യം പൊതു സ്വഭാവത്തിൽ അനിഴം നക്ഷത്രം വില്ലുപോലെ കാണപ്പെടുന്ന 9 നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇത്. മിത്രനാണ് ദേവത. ഇതിന്റെ ചിഹ്നം അലങ്കരിച്ച കവാടമാണ്. ചെറുപ്പകാലത്ത് നിയന്ത്രിതവും സന്തുഷ്ടവുമായ ചുറ്റുപാടിൽ വളരാൻ ഈ നക്ഷത്രക്കാരിൽ മിക്കവർക്കും കഴിഞ്ഞില്ല എന്ന് വരാം. ദൈവഭക്തരും കലാപ്രണയികളുമായ ഇവർ സാധാരണയായി സ്വന്തം വീട് വിട്ട് താമസിക്കുന്നതായി കാണുന്നു. സ്ത്രീകൾ പൊതുവെ ഭക്തിയുള്ളവരായിരിക്കും. ഈ നക്ഷത്രക്കാരികൾ വൈകാരിക കാര്യങ്ങളിൽ അല്പം തണുപ്പ് കാണിക്കുമെങ്കിലും പാചകവൃത്തിയിൽ ചാതുര്യമുള്ളവരാണ്. ആരെയും ഇവർ തുറന്ന് വിശ്വസിക്കുകയില്ല. മനസ്സ് തുറന്ന് വിശ്വസിച്ചു പോയാൽ പിന്നെ അവരെ ഉപേക്ഷിക്കുകയും എളുപ്പമല്ല. അധികാരം, പണം ഇവയോട് അമിതമായ മമത കാണിക്കും. പ്രസന്നതയേക്കാൾ ദുഃഖഭാവമായിരിക്കും എപ്പോഴും മുഖത്തുണ്ടാവുക. സാവധാനം മാത്രമേ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യൂ. പലവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചും അവയെ തരണം ചെയ്തും മാത്രമേ മുന്നോട്ടുള്ള ജീവിതം നയിക്കുവാനാവുകയുള്ളൂ. വിഷമങ്ങളെ ഉള്ളിലൊതുക്കുന്ന സ്വഭാവമല്ല. ചെറിയ വിഷയങ്ങൾ പോലും വലിയ മനപ്രയാസങ്ങൾ സൃഷ്ടിക്കും. ഏർപ്പെടുന്ന പ്രവൃത്തിയിൽ ഉത്സാഹം കാണിക്കുകയും എത്രത്തോളം വേണമെങ്കിലും പരിശ്രമിക്കുകയും ചെയ്യും. എങ്കിലും പല പ്രവൃത്തികളും പൂർണ്ണതയിലെത്തിക്കാൻ കഴിയാതെ വരികയോ തടസ്സങ്ങൾ നേരിടുകയോ അതുമൂലം അത് മാറ്റിവെക്കുകയോ ചെയ്യേണ്ടി വരും. ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും ശോഭിക്കും. ഉന്നത സ്ഥാനീയരുടെ അംഗീകാരവും ബഹുമതികളും ലഭിക്കും. സഹോദരങ്ങളെ കൊണ്ടോ പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ പറയത്തക്ക ഗുണമൊന്നും ലഭിക്കാനിടയില്ല. എന്നാൽ പൈതൃക സ്വത്ത് ലഭിക്കാനിടയുണ്ട്. സ്വദേശത്തേക്കാൾ അന്യദേശത്ത് ശോഭിക്കാനാണ് സാധ്യത. എതിരാളികളോട് സമയം നോക്കി പ്രതികാരം തീർക്കും. ശുദ്ധഗതിയും ആവേശവുമുള്ള സ്വഭാവവും ജന്മസിദ്ധമാണ്. മദ്യം, മറ്റ് ലഹരി വസ്തുക്കൾ, സ്ത്രീകൾ ഇവയിൽ താല്പര്യമുണ്ടെങ്കിലും മാറി നിൽക്കുവാൻ ശ്രമിക്കും. സമൂഹത്തിലെ നല്ല ആളുകളോട് മാത്രമേ ഇടപഴകാൻ ഇവർ ഇഷ്ടപ്പെടുകയുള്ളൂ. ആരോഗ്യത്തിന് കുറവുണ്ടായിരിക്കുകയില്ല. എന്നാൽ ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേക ശ്രദ്ധ കാണിക്കും. ഏത് ജോലിയിലും വിജയിക്കും. ക്ലറിക്കൽ, കമ്പ്യൂട്ടർ, സോഫ്റ്റ്വെയർ, വൈദ്യം, ഗ്രഹനിർമ്മാണം എന്നീ നിലകളിൽ വിജയിക്കും. വിവാഹ ജീവിതം സുഖകരമായിരിക്കും. തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു പെരുമാറുന്ന പങ്കാളിയെ ലഭിക്കും. ഇണയോടും മക്കളോടും പ്രത്യേക മമത ഉള്ളിലുണ്ടാവും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇപ്പറഞ്ഞ ഫലങ്ങൾക്ക് പുറമെ സ്വഭാവശുദ്ധിയും നൈർമല്യവും ഉണ്ടാകും. നിർബന്ധ ബുദ്ധിയും അതോടൊപ്പം ഉണ്ടാകും. ചില ചതിവ്, വഞ്ചനകൾ ഇവ അനുഭവിക്കുവാൻ ഇടവരും. അന്തസ്സും അഭിമാനവും നിലനിർത്താൻ വളരെ പരിശ്രമിക്കും. ശനിദശയിലാണ് ഇവർ ജനിച്ചിരിക്കുന്നത്. ഇവരുടെ രാശിനാഥ ഭദ്രകാളി അമ്മയായതുകൊണ്ട് അമ്മയെ പ്രാർത്ഥിക്കുന്നത്, ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, അതായത് ധർമ്മശാസ്താവിനെയും അതുപോലെ വിഷ്ണുമായ സ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും ഒക്കെ പ്രാർത്ഥിക്കുന്നത് മൂലം ഇവർക്ക് നല്ല ഗുണഫലങ്ങൾ ഉണ്ടാവും. ശനിയാഴ്ചകളിൽ വ്രതമെടുക്കുന്നതും ചൊവ്വാഴ്ചകളിൽ ഭദ്രകാളി അമ്മയ്ക്ക് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുന്നതും ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി നടത്തുന്നതെല്ലാം കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. ഇനി 2025 ഇവർക്ക് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച്
കാര്യം വിജയിക്കാത്തതിനാൽ മനസ്സ് അല്പം പ്രയാസപ്പെടും. നീച സംസർഗം കൊണ്ട് പല വിഷമതകളും നേരിടും. താൻ നേടിയെടുത്ത കാര്യത്തെ ചൊല്ലി എപ്പോഴും അഭിമാനിക്കും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കൈവരും. സർക്കാർ ജോലിക്കാർക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യത കാണുന്നു. വിനോദയാത്രകൾക്കായി പണം ചിലവഴിക്കും. ഭർതൃവീട്ടിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. സന്താനങ്ങളുടെ ജോലിക്കായി ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരുമായി ബന്ധപ്പെടും. അപ്രതീക്ഷിതമായി ധനം നഷ്ടങ്ങൾ ഉണ്ടാകും. മതപരമായ കർമ്മങ്ങളിൽ പങ്കുകൊള്ളും. ശാസ്ത്ര സംബന്ധമായ കാര്യങ്ങളിൽ ദൂരയാത്ര വേണ്ടിവരും. പതിവിലും അധികം ചെലവ് വന്നുപെടും. മന്ദഗതിയിൽ നടക്കുന്ന ബിസിനസ് പാർട്ട്ണറെ കൂട്ടി വിപുലീകരിക്കുവാൻ ശ്രമിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം വന്നു ചേരും. തൻ്റെ വസ്തുവകകൾ പണയപ്പെടുത്തി ധനം ബന്ധുക്കൾക്ക് നൽകാൻ അവസരം വരുന്നതാണ്. സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് ഒരു പരിധിവരെ അത് സാധിച്ചു കിട്ടും. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. പരീക്ഷാദികളിൽ ഉന്നത വിജയമുണ്ടാകും. ആരംഭിച്ച സംരംഭങ്ങൾ പുരോഗമിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും മനസ്സുഖം കുറയും. അധ്യാപകർക്ക് സ്ഥലം മാറ്റമുണ്ടാകും. യാത്രാക്ലേശം അനുഭവപ്പെടും. ദൂരയാത്രകൾ മാറ്റിവെക്കേണ്ടി വരും. ഗുരുസ്ഥാനീയർക്ക് അസുഖം വരുവാനുള്ള സാധ്യത കാണുന്നു. കിണർ, കുളം എന്നിവകളിൽ വീട് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്ഷ്യ വിഷബാധ വരാനും യോഗം കാണുന്നു. വിശ്വസിച്ചേൽപ്പിച്ച കാര്യം വേണ്ടതുപോലെ നിർവഹിക്കുന്നതാണ്. ഉന്നത സ്ഥാനത്തുള്ളവരുമായി ഒരു ചിരകാല ബന്ധം സ്ഥാപിക്കും. ഹോട്ടൽ, കൂൾ ബാർ എന്നീ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് ധാരാളം വ്യാപാര അഭിവൃദ്ധി ഉണ്ടാകും. ക്ഷേത്ര ദർശനം നടത്തും. മനസ്സിന് സ്വസ്ഥതയും സമാധാനവും അല്പസ്വല്പമായി തിരികെ ലഭിക്കും. പല കേന്ദ്രങ്ങളിൽ നിന്നും വരുമാനമുണ്ടാകും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകും. ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലുമൊക്കെ വിജയ സാധ്യത കാണുന്നു. ഊഹക്കച്ചവടത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. അനാവശ്യ ജോലികൾ വർദ്ധിക്കും. കൃഷിയിലും വാടക ഇനത്തിലും കൂടുതൽ വരുമാനം വന്നു ചേരുന്നതാണ്. പൊതുരംഗത്ത് നിന്നും വിട്ട് സ്വന്തം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾക്ക് താമസം വരികയും പിന്നീട് അത് ലഭിക്കുകയും ചെയ്യും. വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയുണ്ടാകും. വിലപ്പെട്ട വസ്തുക്കൾ സമ്മാനമായി ലഭിക്കും. അപ്രതീക്ഷിതമായ ബന്ധുസമാഗമം ഉണ്ടാകും. എല്ലാ കാര്യങ്ങളിലും ദൈവാനുകൂല്യം ദൃശ്യമാകും. വ്യക്തിത്വവും മാന്യതയും വർദ്ധിക്കും. ഷെയറുകളിൽ നിന്നും ആദായമുണ്ടാകും. പ്രതീക്ഷിച്ചിരുന്ന തുറകളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കും. പലതരം സുഖഭോഗങ്ങളും അനുഭവിക്കുവാൻ അവസരം വന്നു ചേരും. എന്നും പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് പോകാൻ കഴിയാതെ വരും. ഗ്രഹനാഥന് കർമ്മത്തിൽ തടസ്സം നേരിടും. അയൽക്കാരുമായി വാക്കുതർക്കങ്ങൾക്കും കേസ്, കോടതി തുടങ്ങിയ വ്യവഹാരങ്ങളിൽ ചെന്നുപെടാനിടയുണ്ട്. വളർത്തുമൃഗങ്ങളിൽ നിന്നും ചിലപ്പോൾ ആക്രമണം പ്രതീക്ഷിക്കാം. തനിക്ക് കിട്ടിയ പാരിതോഷികം മറ്റൊരാൾക്ക് നൽകേണ്ടതായ ഒരു സാഹചര്യവും വന്നേക്കാം. ശസ്ത്രക്രിയ നടത്താൻ യോഗമുണ്ട്. ആരോഗ്യനില അത്ര ഗുണകരമായിരിക്കില്ല. ശത്രുശല്യം വർദ്ധിക്കും. ദുഷ്ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. വിദേശ യാത്രയ്ക്കുള്ള ഒരു സാഹചര്യം വന്നു ചേരും. വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും ലഭിക്കും. പുണ്യക്ഷേത്ര ദർശനം നടത്തുവാൻ ഇടവരും. വീഴ്ച പറ്റാതെ ശ്രദ്ധിക്കണം. കലാകാരന്മാർക്ക് ധാരാളം അവസരം ലഭിക്കുകയും പണവും പ്രശസ്തിയും കിട്ടുകയും ചെയ്യും. ദൂരദേശത്തുള്ളവരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും. സ്വന്തം സഹോദരന്മാരിൽ നിന്നും ശത്രുതാ മനോഭാവം പ്രകടമായേക്കാം. സർക്കാർ സർവീസിൽ നിന്നും പിരിയേണ്ട സമയമായവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ അല്പം വൈകുന്നതിന് ഇടയാകും.
പൊതുവേ പറഞ്ഞാൽ മെയ് 15/5/2025 വരെ അല്പം നന്നായിരിക്കുകയും പിന്നീട് അങ്ങോട്ട് അല്പസ്വല്പം പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതായും വന്നേക്കാം. മഹാഭദ്രകാളിയുടെ അമ്മയുടെ ഉഗ്രരൂപത്തെ പ്രത്യംഗരാദേവിയെയും നരസിംഹമൂർത്തിയെയും ഒക്കെ പ്രാർത്ഥിക്കുന്നത് മൂലം ദോഷഫലങ്ങളും ശത്രുതയും എല്ലാം മാറിക്കിട്ടും. അതുപോലെ തന്നെ ശിവഭഗവാന് മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി കഴിക്കുന്നതും ശനിയാഴ്ചകളിൽ ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നതും എല്ലാവിധ ദോഷങ്ങളും മാറുന്നതിന് സഹായകമാകും. ഹനുമാൻ ചാലിസ കൂടി നിത്യം ചൊല്ലുവാനോ കേൾക്കുവാനോ ശ്രമിക്കുവാനോ സാധിച്ചാൽ കൂടുതൽ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഒരു നല്ല വർഷം ആവട്ടെ അനിഴം നക്ഷത്രക്കാർക്ക് എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.